ദേശീയ മാധ്യമത്തിന് വിവാദ അഭിമുഖം നൽകിയതിൽ വിശദീകരണവുമായി ശശി തരൂർ. അഭിമുഖം നൽകിയത് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് 10 ദിവസം മുൻപ്. തരൂർ തിരുവനന്തപുരത്തേക്ക് വരുമെന്നും സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ സന്ദർശിക്കുമെന്നും തരൂർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്റർവ്യൂവിൽ എടുത്തത്? അല്ലല്ല, 10 ദിവസം മുമ്പ് എടുത്ത ഇന്റർവ്യൂ. ശരത്ലാലുണ്ട് വിശദാംശങ്ങളുമായി. ശരത്, ഈ വിഷയത്തിൽ വലിയ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് ശശി തരൂർ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പാണ് ഈ ഇന്റർവ്യൂ നൽകിയിരിക്കുന്നത് എന്നാണ്. മറ്റെന്തെങ്കിലും പറഞ്ഞു തരൂർ? സ്വാഭാവികമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തരൂർ ഇത് വ്യക്തമാക്കിയത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ചർച്ചയ്ക്ക് ശേഷമാണ് പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ പുറത്തു വന്നത്. ഈ അഭിമുഖം 10 ദിവസത്തിന് മുമ്പെയാണ്. അത് രാഹുൽ ഗാന്ധിയുമായിട്ട് താൻ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു പരിഹരിച്ചു എന്ന് സൂചനയാണ് ഈ വിശദീകരണത്തിലുള്ളത്. അതേപോലെ തന്നെ തരൂർ ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോവും. നാളെ രാവിലെ ആശാ വർക്കേഴ്സിൻ്റെ സമരപ്പന്തലിലെത്തുകയും അവിടെ അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അതായത് കോൺഗ്രസിൻ്റെ ലൈനിൽ താൻ നിൽക്കുന്നു എന്ന് പൂർണ്ണമായി വ്യക്തമാക്കുന്നതാണ് ഇനിയുള്ള തരൂരിൻ്റെ നീക്കങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. തൻ്റെ ഇൻ്റർവ്യൂകളും അഭിമുഖങ്ങളും ഒക്കെ തന്നെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നടന്നതാണ്. 10 ദിവസം മുമ്പ് നടന്നതാണ് പോഡ്കാസ്റ്റ് അഭിമുഖം അടക്കം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച കഴിഞ്ഞ ശേഷം താൻ കോൺഗ്രസുള്ള തൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് സൂചിപ്പിക്കുന്നതാണ് തരൂരിൻ്റെ വാക്കുകൾ. അതിനുശേഷം അദ്ദേഹം വ്യക്തമാക്കിയത് താൻ തിരുവനന്തപുരത്ത് പോവുകയും തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിൻ്റെ സമരത്തെ അപ്പോൾ തൻ്റെ നിലപാട് വ്യക്തമാവുമെന്നാണ്. അതായത് ഈ സമരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ തരൂർ പ്രസംഗിക്കുമെന്നൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ തരൂരിൻ്റെ ആശാ വർക്കറുള്ള അഭിസംബോധന ചെയ്തുള്ള പ്രസംഗം അത് സംസ്ഥാന കേന്ദ്ര സർക്കാർക്കെതിരെയുള്ള പ്രസംഗമായിരിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതായാലും നാളെ അദ്ദേഹം ഇക്കാര്യം തിരുവനന്തപുരത്ത് പ്രസംഗത്തിലൂടെ തന്നെ തൻ്റെ കോൺഗ്രസോടുള്ള ആഭിമുഖ്യം പ്രകടമാക്കും. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചകളിലൂടെ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന സൂചനയാണ് അദ്ദേഹം നേരിട്ട് തന്നെ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ അഭിമുഖങ്ങളൊക്കെ നേരത്തെ പ്രസിദ്ധീകരിച്ചാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നുള്ള സൂചനയാണ് തരൂരിൻ്റെ ഇന്നത്തെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്, അതായത് കോൺഗ്രസുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണോ? അതായത് ഈ ശശി തരൂരിൻ്റേതൊരു സമ്മർദ്ദ തന്ത്രമാണ്, അതിന് വഴങ്ങേണ്ടതില്ല എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഈ ഇത്തരത്തിൽ വിമർശനങ്ങൾ വന്ന സമയത്ത്, പ്രസ്താവനകൾ വന്ന സമയത്ത് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അച്ചടക്ക നടപടിയിലേക്ക് അടക്കം കടന്ന് ഈ പറയുന്നത് പോലെ ചർച്ച വേറൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിടേണ്ടതില്ല, അവഗണിച്ചില്ലാതാക്കുക എന്നൊരു തന്ത്രമൊക്കെ കോൺഗ്രസ് പയറ്റിയിരുന്നതായി നമ്മൾ കണ്ടതാണ്. ആ തന്ത്രം ഫലം കണ്ടതാണോ? സ്വാഭാവികമായിട്ട് താൻ ഇൻ്റർവ്യൂ നൽകിയത് എപ്പോഴാണ് എന്നുള്ളതാണ് തരൂർ ഇന്ന് വ്യക്തമാക്കിയത്. അത് ശശി തരൂർ എന്നുള്ള വ്യക്തി നൽകിയ അഭിമുഖം, ആ അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് രാഹുൽ ഗാന്ധിക്കുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ തരൂർ കോൺഗ്രസ് വിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുന്നതിന് വിലയിരുത്തലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചിരുന്നു. പക്ഷേ നേതൃത്വത്തിന് അത് പരസ്യമായി പറയണം എന്ന ഒരു നിർദ്ദേശം വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാത്രം പറയാൻ വേണ്ടി മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഏതായാലും ഇന്ന് അദ്ദേഹം പരസ്യമായത് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ആവർത്തിച്ച അതേ സാധനം തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. താൻ അഭിമുഖം നൽകിയത്, പോഡ്കാസ്റ്റ് അഭിമുഖം നൽകിയത് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ്, ചർച്ച നടത്തുന്നതിന് മുമ്പ് 10 ദിവസം മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കാര്യം വ്യക്തമാവും. കോൺഗ്രസും അല്ലെങ്കിൽ ശശി തരൂരും തമ്മിൽ ഹൈക്കമാൻഡിന് ശശി തരൂർ വഴങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഹൈക്കമാൻഡ് ആകെ ശശി തരൂരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. ഇത് സംബന്ധിച്ച് അന്തരീക്ഷത്തിലുള്ള വാദങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒഴിവാക്കാൻ ശശി തരൂർ തന്നെ കാര്യങ്ങൾ പറയുക. അതാണ് ഇന്ന് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. ഈ വിഷയം, ഈ ശശി തരൂർ നടത്തിയ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ ഇത്രയും വലിയ വിവാദമായ ചർച്ചയായ ഘട്ടത്തിൽ ഒന്നും നടത്താത്ത തുറന്നു പറച്ചിലും വിശദീകരണവുമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ ഒരു ഇന്റർവ്യൂ എടുത്തത് എന്നുള്ളത്. ഈ ഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ശശി തരൂർ തുറന്നു പറയുന്നതിനെ എങ്ങനെയാണ് പുറമേ നിന്നുള്ള ഒരു വിലയിരുത്തൽ?
സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ശക്തമായ സമ്മർദ്ദം ശശി തരൂരിന്റെ അടുത്തുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ശശി തരൂരിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട് കേരളത്തിലെ. ആ നേതാക്കളും ശശി തരൂരിനെ സമ്മർദ്ദം ചെലുത്തി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഉദാഹരണമായിട്ട് എം കെ രാഘവനുണ്ട്, അതേപോലെ തന്നെ മുൻ MLA ഉണ്ടായിരുന്ന ജി കാർത്തികേയൻ്റെ മകനുണ്ട്, മുൻ MLA ആയിരുന്നു ശബരിനാഥ്. അദ്ദേഹം അടക്കമുള്ള കോൺഗ്രസിലെ ഇദ്ദേഹത്തോടൊപ്പം കേരളത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ശശി തരൂരിൻ്റെ വ്യക്തമായ സമ്മർദ്ദം ചെലുത്തി. കാരണം ഈ ഇടതുപക്ഷ വിരുദ്ധത കത്തി നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തെ സഹായിക്കുന്ന രീതിയിലൊരു നീക്കമുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ കടുത്ത സമ്മർദ്ദം പാർട്ടി അംഗങ്ങളിൽ നിന്നും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരിൽ നിന്നും ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഹൈക്കമാൻഡ് ഒരു വശത്തുനിന്നും തൻ്റെ അനുയായികൾ മറുവശത്തു നിന്നുള്ള സമ്മർദ്ദത്തിൽ ഒടുവിൽ താൻ തന്നെ ഒരു വിസ്തീർണം നൽകി എന്നതാണ് ഇപ്പോൾ ശശി തരൂർ നമുക്ക് മുമ്പിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ താൻ അഭിമുഖം നൽകിയത് രാഹുൽ ഗാന്ധിയുടെ ചർച്ചയ്ക്ക് മുമ്പാണ് എന്ന് സ്വയം വിശദീകരിച്ചത്. ഇതോടുകൂടിയിട്ട് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് വേണം പറയാൻ. ഇനി അതുമാത്രമല്ല, തിരുവനന്തപുരത്തെത്തി ആശാ വർക്കേഴ്സിലെ സമരത്തെ അഭിസംബോധന ചെയ്യും. ആശാ വർക്കേഴ്സ് സമരത്തോട് അനുഭവം പ്രകടിപ്പിക്കുക എന്നത് തന്നെ സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു നടപടിയായി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഇന്ന് പോകുന്നതും. തിരുവനന്തപുരത്ത് ഇന്ന് വൈകിട്ടോടെത്തും. അത് കഴിഞ്ഞ് നാളെ രാവിലെ സമരപ്പന്തലിലെത്തിയിട്ട് അവർക്ക് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. ആതിര.